എന്തായാലും വളരെ നല്ല നീക്കമാണത് എന്ന് മാത്രമല്ല അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇടവെക്കുകയും ചെയ്യുകയാണ്. വളരെ നന്ദി സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്. ജോർജ് കള്ളിവയൽ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് കള്ളിവയൽ, തരൂരിനെ ഉൾപ്പെടാതെ ഒരു നയതന്ത്ര സംഘം അത് സാധാരണ രീതിയിൽ ചിന്തിക്ക വയ്യ. അത്തരമൊരു സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് തരൂരിൻ്റെ പേര് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഇല്ലാതെ പോയി? തരൂരും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച തന്നെയാണോ അതിൻ്റെ കാരണം? തീർച്ചയായിട്ടും എന്തായാലും ഒരു ശശി തരൂരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു ഓൾ പാർട്ടി ഡെലിഗേഷൻ അടുത്ത ബുധനാഴ്ച മുതൽ 7 ഡെലിഗേഷനുകൾ പോകാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അവിടെ കോൺഗ്രസ് കാണിച്ചത് അല്പത്തരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കോൺഗ്രസ് കൊടുത്ത പേരുകൾ ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, ഡോക്ടർ സയ്യദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ, ലോക്സഭ MP ആണ് അദ്ദേഹം. അപ്പൊ ഈ 4 പേരുകൾ വരുമ്പോൾ അവര് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലും ഇപ്പോൾ പാർലമെന്ററിന്റെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും UN-ലെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്ന നിലയിലും ഒക്കെ വളരെയേറെ ലോകം അംഗീകരിക്കുന്ന ഈ മേഖലയിൽ ഏറ്റവും അധികം ഇന്ത്യക്ക് സ്വാധീനമുള്ള ആ വാക്ക് ശ്രീ തരൂരിനെ ഒഴിവാക്കുക എന്നത് ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമായിരുന്നു. അവിടെ ഉൾപ്പെടുത്തിയത് തരൂരിനെ ഒഴിവാക്കാനുള്ള അല്പത്തം കോൺഗ്രസ് പാർട്ടിയിൽ ചില നേതാക്കൾ കുറെ കാലമായി എടുക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ തരൂരിനെ ശാസിച്ചു എന്നൊരു കള്ളവാർത്ത ഈ പരച്ചുവിട്ടു. അത് ജയറാം രമേശ് അടക്കമുള്ള ചില ആളുകളുടെ പ്രത്യേക താല്പര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവർക്ക് ഉള്ള ചെറിയ ഉൾപോരുകൾ അതൊന്നും ദേശകാര്യത്തിൽ, രാജ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തരൂരില്ലാതെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതായാലും തരൂർ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. തരൂരിനെ അധ്യക്ഷനാക്കി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പ്രധാന രാജ്യങ്ങളിലേക്ക് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സമിതി അടുത്ത ബുധനാഴ്ച പോകും. അവർ 10 ദിവസത്തോളം അവര് വിവിധ രാജ്യങ്ങളിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരമൊരു രാജ്യത്തിന്റെ താല്പര്യം വരുന്ന സമയത്ത് ഡോക്ടർ ശശി തരൂര് എന്തുകൊണ്ടും ഏറ്റവും യോഗ്യനായ ആളാണ്. അത് വളരെ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് കോൺഗ്രസ് കാണിച്ചത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതും അങ്ങേയറ്റം അല്പത്തം ഉള്ള നടപടിയുമായി എന്ന് പറയാതെ വയ്യ. ഈ പി ചിദംബരം, ശശി തരൂർ രണ്ടുപേർക്കും പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിലുണ്ട്. ചിദംബരം കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ സാധ്യത പോലും ചോദ്യം ചെയ്ത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ മുന്നണിയുടെ പൊതു നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യം, ഈ പുതിയ നയതന്ത്ര സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പും തുടർന്നുള്ള നീക്കങ്ങളും തരൂരും കോൺഗ്രസ് പാർട്ടിയുമുള്ള അകൽച്ച വർദ്ധിക്കുകയും അതൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് ചെന്ന് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ കാണേണ്ടതുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും, തരൂരിന് അത്ര ഒരു ലക്ഷ്യമില്ലെങ്കിലും തരൂരിനെ എങ്ങനെയും ചവിട്ടി പുറത്താക്കുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിൽ ചിലർക്ക്, അത് കേരളത്തിലുമുണ്ട് കേന്ദ്രത്തിലുമുണ്ട്, വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രിയാകാനുള്ള ഘടകത്തില് ഒരു സമുദായത്തിൽ നിന്നുള്ള 4-5 പേർക്കാണ് മത്സരം ഉള്ളത്. അത് KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും VP സതീശനും ശ്രീ ശശി തരൂരും കെ മുരളീധരനും ഒക്കെ. അപ്പൊ കെ മുരളീധരനെ, ശശി തരൂരിനെ കേരളത്തിൽ ഏതാണ്ട് വെട്ടിയൊതുക്കി. ഇനി മറ്റു 3 പേരിലാണ്. അതിൽ തന്നെ ശ്രീ സതീശനെ ഒതുക്കിയുള്ള നീക്കങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ചില നീക്കങ്ങൾ കേന്ദ്രത്തിലും നടക്കുന്നു. നമുക്കറിയാം, ഇവിടെയുള്ള ചില കളികൾ, തരൂരിനെ കിട്ടുന്ന അക്സെപ്റ്റൻസ്, പൊതു സ്വീകാര്യത, അല്ലെങ്കിൽ തരൂരിന്റെ വാക്കുകൾക്ക് ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നൽകുന്ന വലിയ പ്രാധാന്യം, അതിൽ പിടികൊള്ളാവുന്ന കുറെ ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഡൽഹിയില് ഇത് ശ്രീ ഇപ്പോൾ KC വേണുഗോപാൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനമുള്ള മാധ്യമ തലവനായിട്ടുള്ള ശ്രീ ജയറാം രമേശിന് ഇക്കാര്യത്തില് എവിടെയൊക്കെയോ തരൂരിനോട് ചെറിയ ചൊറിച്ചിലുകളുണ്ട്. അതുപോലെ കുറച്ച് പേരും കൂടെ. ശരി, ജോർജ് കള്ളിവയൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ടോം വടക്കൻ